guys, welcome to my YouTube channel. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിഹിത കൂട്ടായ്മ മഹാറാണികളിൽ ഒരാൾ വന്ന് നമ്മളിന്ന് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട്. അത് ഡിസ്റ്റേബേഴ്സിന് ഒരു മറുപടി കൊടുക്കാതെ വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വരുവായിരുന്നു. ഇപ്പം തന്നെ അതിന് മറുപടി കൊടുക്കണമെന്നുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചായ കൂടി നിർത്തിയ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ഞാൻ നാരങ്ങ വെള്ളത്തിലേക്ക് ഷിഫ്റ്റഡ് ആയിട്ടുണ്ട്. കാരണം തടി അല്പം കൂടുന്നു എന്ന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഡോക്ടറിന്. അപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഭയങ്കര പുളിയാണ്. ഞാനിന്നൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തെ ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് ഞാനിവിടെ പറയും. ഇവിടെ എന്തോ പെണ്ണുങ്ങൾ ഉപയോഗിച്ചു. ഷിബിളുമാർക്കൊന്നും ഒരു പണിയില്ല, ചോറും കറിയും വെപ്പൊന്നും ഇല്ല. ഇതിന് രാവിലെ ഉറക്കം എഴുന്നേറ്റ ഈ വാട്സപ്പിൽ കയറി ഇരുന്നിട്ട് ഉള്ള തള്ളി മറിക്കലാണ് പിള്ളേർ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. വൈകുന്നേരത്തെ ലൈവ് ഫുൾ ഓഫ് ആക്ച്വലി നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഇറ്റ്സ് ബിക്കോസ് ഞാൻ പൊളിറ്റിക്സ് ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രമല്ല. ഫസ്റ്റ് സമ്മതിച്ചു. ഷൗമിയാണ് വേണ്ടത്. ഷൗമി എന്നെ ഒന്ന് കോൾ ചെയ്യണം കേട്ടോ, സമയം കിട്ടുകയാണെങ്കിൽ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കമൻറ്റ് വന്നു. ഞാനതിൽ പതറി പണ്ടാരമടങ്ങി നിൽക്കുകയാണ്. ചേട്ടാ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബഹളം വയ്ക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് അത്രയും വലിയ ഇഷ്യൂ ആണോ എന്ന ഒരു ടെൻഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. പ്ലീസ് ഡു ക്ലാരിഫൈ. ഇംഗ്ലീഷൊക്കെ മനസ്സിലാവും ആളെ. ഞാൻ പിന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിച്ചതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ വരുള്ളൂ. അല്ലേ ഫറു? കേട്ടപ്പോൾ അവനെ കളിയാക്കും. ഒരു മാസം മനുഷ്യട്ട് ഇമോഷണൽ ആണെന്നൊന്നും അല്ല കേട്ടോ. കാര്യം ഷായി നിങ്ങളെ കാണിക്കാൻ വേണ്ടി കരയുന്നതോ അങ്ങനൊന്നും അല്ല. ശരിക്കും വിഷമമുണ്ട്. പക്ഷെ ആ വിഷമം ഞാൻ പറയൂ സൗമി. ഒരു കേൾക്കാം മോളെ, പറയൂ. അതെ 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 അത് പുള്ളിക്കാരത്തി പറയണത് ഞാൻ ഓടിപ്പോയി തന്നെ വിളിച്ചോണ്ട് വന്നു. വാട്സപ്പ് കൂട്ടായ്മയിൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. യെസ്, ഐ ഷുഡ് ഇൻഫോം യു ഗൈസ്, ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട്. അപ്പം ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ട് അഹങ്കാരം തലയിൽ കയറുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രത്യേക തരം കമൻറ്റാണ്. ആൻഡ് ട്രോളിക ദേവി എന്നാണ് കമൻറ്റിൻ്റെ ഓണറുടെ പേര്. നമുക്ക് ട്രോളിക ദേവി ഒന്ന് എടുക്കാം, ഒന്ന് ട്രോള. അവളുടെ ആ പേര് തന്നെ സംതിങ് റോങ് ആണ്. ആ കുന്തം വരുന്നതൊന്നുമില്ല, പില്ലി വരുന്നില്ലടേ. വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് കുട്ടി ബഹളം ഉണ്ടാക്കാറുണ്ടോ? എന്ത് ചോദ്യമാണത്? ഇൻസെൻസിറ്റീവ് ഇഫക്റ്റ് ആൾ യു ഹാവ് ടു ആസ്ക് യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. പിന്നെ ഇവിടെ ചോദ്യോത്തര പങ്ക്തിയാണ് നടന്നത്. അയ്യോടി മോന് ടെമ്പർ ഇഷ്യൂസ് വല്ലതും അനുഭവപ്പെടാറുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ സൈനിക്കാത്ത വേദനയാണ് ആ പുള്ളിക്കാരത്തി പറയുന്നത്. ഹായ് രേഷ്മ കൃഷ്ണൻ. കുട്ടിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല സൗമിക്ക്. ഇല്ലേ? ചോദിച്ച ചോദ്യങ്ങൾ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ മിണ്ടരുത് മണി മിണ്ടരുത്. ചിത്രം ഈ അറിയേണ്ട ആൾക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി കുഞ്ഞു വഴക്കായതുകൊണ്ട് രാത്രിയിലൊന്നും ഉറക്കമില്ലെന്ന്. ഹലോ, അതെ, ബഹളം വെക്കാറുണ്ടെന്ന്. ഞാൻ ബഹളം വെക്കാറുണ്ടോ? ഞാൻ പറയാം. എന്റെ ഒരു ദിവസത്തെ ഒരു കാര്യം പറയാം. ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് ഈ മോനെയും കൊണ്ട് തെറാപ്പിക്ക് പോകുന്ന രാവിലെ 10 മണിക്ക് ഞാൻ പോകും.
10 മണിക്ക് പോയ തിരിച്ചു വരുന്നത് 3 മണിക്ക്. 3 മണിക്ക് വന്ന് ഞാൻ അവന് ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചിട്ട് അവനെ കിടത്തി ഉറക്കും. ഉറക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങുന്നത് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്കാ. ഈ ചേച്ചി എന്നോട് ഈ ചോദ്യം ചോദിച്ചത് ചേച്ചിനോട് ഇന്നാണ് ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല ചേച്ചി എന്നും പറഞ്ഞ് കരഞ്ഞായിരുന്നു. അല്ല അത് മാത്രമല്ല എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അതെ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കമന്റ് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മനുഷ്യ കുലത്തിൽ ജനിക്കാത്ത സാധനമാണ് ഇതിന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത്തിരി മോനിന്റെ മടിയിലായതും ബഹളമായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഈ മോനെന്നല്ല അസുഖമുള്ള എല്ലാ പിള്ളേർക്കും രാത്രിയില് ഭയങ്കര കരച്ചിലായിരിക്കും. കാരണം ഇവരുടെ ഞരമ്പുകളും എല്ലാം വലിഞ്ഞു മുറുകുന്ന സമയം രാത്രിയാകുമ്പോ ഈ തെറാപ്പി ചെയ്തതിന്റെ വേദന അതപ്പോ നോർമലായാലും ഉണ്ടാവും മോളെ, എനിക്കാണെങ്കിലും ഉണ്ടപ്പോ. അതുകൊണ്ടാണ് ചേച്ചി ആ ചോദ്യം എന്നോട് ചോദിച്ചത്. പിന്നെ ഇതില് വന്ന ചോദ്യം ചോദിക്കുന്ന അതിനോട് എനിക്ക് ഒരൊറ്റ ഒന്നേ ചോദിക്കാനുള്ളൂ, ഇത് ഒരു ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. ഇതെന്തായാലും അമ്മയ്ക്കും അച്ഛനും ജനിച്ചത് തന്നെയാണോ അതോ വല്ല പറ്റിയ കൊച്ചാണോ? ഇത് ടാർഗറ്റ് ഞാനാണ് സൗമി, അതാണ് പ്രശ്നം. എന്തോ ആയിക്കോട്ടെ ചേച്ചി ഞാൻ പറയട്ടെ, ചേച്ചി ആരെയും ചീത്തയോ തെറിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചീനെ ഒരു 10 മടങ്ങ് ചേച്ചീനെ അവർ ഉപദ്രവിച്ചിട്ട് ചേച്ചി തിരിച്ചു പറയുന്നത്. അതൊന്നും വെളിയിൽ വരത്തില്ല, ഞാൻ പറഞ്ഞ തെറിയേ വരുള്ളൂ. ഒരു സ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചേച്ചീന്റെ സ്ഥാനത്ത് ചേച്ചി ആയതുകൊണ്ട് ഇത്രയും പറയുന്നു. ഞാനാണെങ്കിൽ ഇതിന്റെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കും. ചേച്ചി ആയതുകൊണ്ട് ചേച്ചി ക്ഷമയുണ്ടെന്ന് ഞാൻ പറയുന്നു. എനിക്ക് ഇത്ര ക്ഷമയൊന്നുമില്ല. പിന്നെ ഈ മെസ്സേജ് ഇട്ട അവളോട് ഞാൻ എന്റെ നമ്പർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം. ഇപ്പോഴും ഞാൻ വെല്ലു വിളിക്കും, അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. എല്ലാ സംശയവും ഞാൻ തീർത്തു കൊടുക്കാം. അമ്മായി പിയോയാ, അതുകൊണ്ടാണല്ലോ ആദ്യം ആ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ആ കമന്റ് വായിക്കുമ്പോൾ ശരിയാണല്ലോ ബഹളം വെക്കുന്നു എന്നൊക്കെ ചോദിച്ചോ, ആ അമ്മയെ നോവിക്കാൻ വേണ്ടി ഞാൻ എന്തോ ചോദിച്ചോ എന്ന ഒരു തേം തോന്നും. പിന്നെ താഴോട്ട് ആ കമന്റ്സ്, അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് അവിടെ വെച്ചത്, താഴോട്ട് പോയി നോക്കാം. ഞാൻ പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾ എന്നാണ് അതിനെ പറയുക, ഡിസേബിൾ എന്ന് പറയത്തില്ല. ഡിഫറൻ്റ്ലി ഏബിൾ എന്നാണ് അവർക്കുള്ള നാമധേയം പോലും. അതൊന്നുമല്ല, ആ ഡിസേബിൾ തന്നെയാണ്, ആ കൊച്ചിൻ്റെ അസുഖമാണ്, അത് മാറത്തില്ല. അത് മാറുമെന്ന് ഞാൻ പറയുന്നില്ല, മാറില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊക്കെയാ ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു അസുഖം, ഒരു മാറാരോഗം എന്നൊക്കെ പറയുന്നത് നമ്മള് ക്യാൻസർ അങ്ങനത്തെ അസുഖമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു 100-ല് 1 പിള്ളേർക്ക് ഇതുണ്ടാവും. CP അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥയാണ്. പക്ഷെ അത് എനിക്ക് ആ മറ്റേ നമ്മളെ മുതുകാടിന്റെ ഇതിൽ പോയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ആ കുട്ടികൾക്കൊക്കെ നല്ല ക്യൂർ ആയല്ലോ. ഈ ബഹളം വെക്കുമെന്ന് ചോദിച്ചെന്താണെന്നറിയാമോ, ഞാൻ മുതുകാടിന്റെ ഇത് കാണാൻ പോയപ്പോ ഒരു പെൺകുട്ടി നിന്നില്ലേ, ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായി നിന്ന്. ആ കുട്ടീനെ പറ്റി മുതുകാട് സാറ് പറഞ്ഞതാണ്, അത് വന്ന സമയത്ത് ആ കുട്ടി ഗേറ്റിന്റെ അവിടെ കിടന്ന് ഉരുളുമായിരുന്നു, ഭയങ്കര ബഹളവും ഒച്ചപ്പാടും ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ആ കുട്ടിയാണ് ഇപ്പോൾ റിക്കവറായി ആ ഒരു സ്റ്റേജിൽ എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സംശയം വെച്ചാൽ ഈ ഇങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കുന്ന പിള്ളേരെ നമ്മൾ ശ്രദ്ധ തിരിച്ചു വിടണം ചേച്ചി. വേറെ എന്തിലേക്കിലെയും നമ്മൾ ശ്രദ്ധ, ഇപ്പം ഇതൊരു മോനാണെങ്കിലും ഇതിന് ഒറ്റപ്പാടുണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പാട്ട് വെച്ചു കൊടുക്കുള്ളൂ. നമ്മൾ ശ്രദ്ധ തിരിച്ചു വിടണം മക്കളെ. അതാണ് ആ കുട്ടി പാട്ടിൽ അത്ര ഇൻട്രസ്റ്റ് കാണിക്കണേന്ന് തോന്നുന്നു. ആ കുട്ടി പാടുന്നത് ഷാർട്ടായ കാര്യങ്ങളാ പറയുന്നത്. ഞാൻ നേരത്തെ തെറാപ്പി കഴിഞ്ഞ നേരത്തെ വന്നു, അന്നേരം തൊട്ട് ഞാൻ ഈ കമന്റ് കാണുന്നുണ്ട്. അതാണ് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ, ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മളോട് കമന്റ് ഇടുന്നത്. അതെ അതെ അതെ. അല്ല അമ്മയാണ് താനെന്ന് ഞാനതാ പറഞ്ഞത്, എനിക്ക് ഇതിനകത്ത് മറുപടിയില്ല. എന്നാൽ തനിക്ക് ഹേർട്ട് ചെയ്തോ ഇല്ലയോന്ന് താൻ വന്ന് പറയുക എന്നാണ് ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ തന്നോട് പോലും വളരെ മര്യാദ ഇല്ലാതെയാണ് കമന്റ് ബാക്ക് ചെയ്യുന്നത്. വളരെ മോശമായ കമന്റാണ് ഇടുന്നത്. നിങ്ങളുടെ കുട്ടിക്കത്തുണ്ടെന്നോ നിങ്ങൾക്ക് എനിക്ക് സിമ്പതി ഉണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സൗമ്യയോട് പെരുമാറുന്ന രീതിയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ സൗമ്യയോട് മിണ്ടണ്ടെന്ന് പറഞ്ഞത്. പിന്നെന്ന് പറഞ്ഞിട്ട് എന്റെ കൊച്ചിന് വയ്യെന്ന് പറഞ്ഞ ഒറ്റ അവന്മാരുടെ സിമ്പതി എനിക്ക് വേണ്ട. സിമ്പതിയുടെ ആവശ്യം ആർക്കും ഇല്ല ഇവിടെ. ആരും സിമ്പതി ചെയ്യാൻ പറഞ്ഞു. സിമ്പതി കൊണ്ട് എന്താ കിട്ടുന്നത്? അതെ അതെ, സിമ്പതി ഉള്ളോളാണെങ്കിൽ തന്നോട് അങ്ങനെ മിസ്ബിഹേവ് ചെയ്യത്തില്ലല്ലോ സൗമ്യ. അതെ, ഞാൻ കാരണം എന്റെ കൊച്ചിന് അയ്യോ വയ്യ എന്നും പറഞ്ഞ സിമ്പതി വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിന് വേണ്ട ബാക്കിയുള്ള ഇത് നോക്കുമല്ലോ ചെയ്യേണ്ടത്. എനിക്ക് എന്റെ മോന് വയ്യാന്നും പറഞ്ഞ് 24 മണിക്കൂർ ഞാൻ പഠിക്കാതെ കയറി ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും. ഇതെന്താണെന്നറിയാമോ, എൻ്റെ ഒപ്പം വന്ന് നിൽക്കണു, അല്ലെങ്കിൽ താൻ ലൈവിൽ തൻ്റെ ഫേസ് എന്നെ കാണിക്കുന്നു, അപ്പൊ ചേർന്ന് നിൽക്കണു. ഇവളെ കൂടെ ആരും നിൽക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ ഏറ്റവും ക്ലോസ് എന്ന് ഞാൻ പറഞ്ഞ ആളെ പോലും പോയി കണ്ടെത്തി എനിക്കെതിരെ സംസാരിപ്പിച്ചത്. മനസ്സിലാവുന്നു? സ്ട്രാറ്റജി എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായില്ല. തനിക്കും ഉണ്ടാവും ഓഫർ, ഒരു 50,000 രൂപ എൻ്റെ വക തനിക്ക് കിട്ടും, വാങ്ങിച്ചോ.
പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ചേച്ചി ഇന്നലെ എന്നോട് എനിക്ക് 15 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ യൂട്യൂബ് ചാനലില്. ചേച്ചി എന്നോട് പറഞ്ഞുകൊണ്ടാണ് വൈകുന്നേരം ഞാൻ ചുമ്മാ ഒരു ഷോട്ട് എടുത്തിട്ടത്. ഞാൻ ഒരുപാടെടുത്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹായ് പവർ ബ്രോ. ഞാൻ നോക്കുമ്പോ ഒരു 638 വ്യൂസോ ഒരു 41 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ആ ലൈവിൽ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ധൈര്യം കിട്ടിയത്. അല്ലെങ്കിൽ അതങ്ങനെ കിടക്കുള്ളൂ, ഞാൻ ചെയ്യത്തില്ല. ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു എന്തെങ്കിലുമൊക്കെ കാട്ടിയിട് കാണട്ടെ എന്ന്. കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ് കാണുന്നത് മറ്റുള്ളവർക്കും കൂടെ ഒരു അട്രാക്ഷൻ കൊടുക്കും, മനസ്സിലായി? മറ്റുള്ളവർക്കും അതൊരു താല്പര്യം കൊടുക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ഓരോ സ്റ്റെപ്പും, അതായത് ഞാൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് വാക്കിംഗ് കണ്ടീഷൻ തൊട്ടുള്ളത് ഞാൻ എടുത്ത് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഞാൻ നന്നായി വാക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം മുതലുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യും. അതൊരു ഇൻസ്പിറേഷനാണ്, പലർക്കും അത് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അസുഖത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ ഉള്ളവർക്കൊക്കെ അത് ഒരു നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും കൊടുക്കുക. സോ ഇത് പിന്നെ ചേച്ചി ഇവരിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു ചേച്ചിന്റെ ലൈവിൽ ഞാൻ വരാതിരിക്കുമല്ലോ. ഞാൻ എനിക്ക് പരമാവധി പറ്റുമ്പോ ചേച്ചിന്റെ ലൈവ് ചെയ്യുന്നത്. താങ്ക് യു ഉറപ്പിച്ച കാര്യം. അത് സാരമില്ല, എനിക്കങ്ങനെ ഭയമില്ല. അതായത് ഞാൻ പറയുന്നല്ലോ, ചേർന്ന് നിൽക്കുന്നവർക്ക് ന്യായമുണ്ടെങ്കിൽ, നീതി ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൊപ്പം. അവർ നീതികേട് കാണിക്കുന്നു എന്തെങ്കിലും തോന്നി, ഇപ്പം സൗമ്യ എന്ത് തന്നെയാണെങ്കിലും എന്ത് അവസ്ഥകളിലാണെന്ന് പറഞ്ഞാലും മറ്റൊരാളുടെ അന്നം കവർന്നു തരുന്ന ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ സൗമ്യമായിട്ട് പിന്നെ സഹകരിക്കില്ല. സൗമ്യക്ക് ഒരു ഭർത്താവുണ്ട്, അതിനെ വെച്ചുകൊണ്ട് അതിനെ ചതിച്ചുകൊണ്ട് വേറൊരുത്തനുമായിട്ട് ചുറ്റിക്കറങ്ങലാണെന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് അക്സെപ്റ്റ്. ഞാൻ മാറി നിൽക്കും, ഞാൻ ഉപദ്രവിക്കത്തില്ല, ഞാൻ മാറി നിൽക്കും എന്നുള്ളതാണ് വാസ്തവം. അതെ, അവിഹിതങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് അവർ കണ്ടെത്തുന്നത്. എനിക്ക് അവിഹിതങ്ങളെ വലിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യം പറഞ്ഞ് ഞാൻ അവിഹിതങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് വീണ വിഷയത്തിൽ. ഇപ്പൊ അവിഹിതങ്ങൾക്ക് എതിർപ്പാണെന്ന് അങ്ങനെയാ, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. എങ്ങനെ ആയാലും ഞാൻ ശരിയല്ല. എന്നാ കേസുണ്ടോ? ഇല്ല. എന്നാ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. തട്ടിപ്പുണ്ടോ? ഇല്ല. എന്ത് വന്നാലും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ തെളിവുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ കുഴപ്പം. തെളിവുള്ള അപ്പുറത്ത് നിൽക്കുന്ന കള്ളന്മാരും കൊള്ളക്കാരും ആയവർ പറയുന്നു ഞാൻ കുഴപ്പം. ഇതാണ് കഥ. പൊതുജനം തീരുമാനിക്കട്ടെ. താങ്ക് യു സൗമ്യ. ശരി ശരി, തീർച്ചയായിട്ടും കാണാം. ഓരോരോ സ്റ്റേജ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിടണം കേട്ടോ, എങ്ങനെയാണ്. ഇന്നും ഇടണേ ഒരു ലൈവെങ്കിലും, ഒന്നൊരു വീഡിയോ എങ്കിലും ഇടണം കേട്ടോ. ശരി. മോളെ ട്രാളിക ദേവി, ഒരു 10-15 മിനിറ്റ് കൂടെ താൻ എൻ്റെ ഇതിനകത്തുണ്ടാവുള്ളൂ. ആ കമൻറ്റ് ഷുഡ് ബി ഡിലീറ്റഡ് ആൻഡ് എടുത്ത് ദൂരെ കളഞ്ഞിരിക്കും 100%. എന്തുകൊണ്ടെന്നറിയാമോ? നീ വന്നത് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ആണെങ്കിൽ പോലും നീ ആ കുറ്റം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഷെഫീന കിട്ടുന്ന താങ്ങാന്ന് വിചാരിച്ചിട്ട് ആ താങ്ങലിനാണ് ഞാൻ മറുപടി കൊണ്ടുവന്നത്. അത് ഞങ്ങളവിടെ എഴുതിയിട്ടാൽ ശരിയാവത്തില്ല, അത് ഞങ്ങൾ വെർബലി വന്ന് പറയുന്നതാണ് ഒരു ശരി. അപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഈ പറയുന്ന ഡിഫറൻ്റ്ലി ഏബിളായ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സാധനം പോയി കാണുന്ന സമയം വരെ എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. വളരെ ക്ലിയർ ആയിട്ട് അത് മുതുകാട് സാർ പറഞ്ഞതുപോലെ തന്നെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ചുറ്റുമുള്ളവരാരും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സൗമ്യയുടെ കുഞ്ഞിനെ പറ്റിയും പറഞ്ഞും കേട്ട് അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങളുടെ അവിടെ എങ്ങും ഇങ്ങനെ ഒന്നിനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാറ്. ആറ്റിങ്ങിൽ തന്നെ ഇതിന് ഒരു ഇതുണ്ട്, അവിടെ കൊണ്ടുപോയാണ് ഞാൻ പിറന്നാൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കുട്ടികളൊക്കെ വല്ലാണ്ട് കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് അവിഹിതങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. അതുമാത്രമല്ല ഈ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ലൈൻ അവർ കീപ്പ് ചെയ്യും. ആൻഡ് മുതുകാടിൻ്റെ അവിടെ പോയപ്പോഴും സെയിം പ്രശ്നം തന്നെയായിരുന്നു. വീൽ ചെയറിലേക്ക് ഇവർ പിള്ളേരെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ വന്നവരെ ഒഴിവാക്കിയിട്ട് ഈ കുട്ടികൾ എന്നെയാണ് പൊതിഞ്ഞത്. അത് പക്ഷെ അവർക്ക് ഭയമുണ്ടാക്കി, എനിക്ക് പക്ഷേ ഭയമില്ലായിരുന്നു. അവർ തല്ലിയാലും ഞാൻ സഹിക്കും, ബിക്കോസ് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. പക്ഷെ അവരെന്നെ അണച്ചു പിടിക്കുകയും ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് ദെൻ ഈ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്നായിരിക്കും എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. അതേപോലെ തന്നെ നമ്മുടെ കുടുംബ വീടിൻ്റെ ഇതിനകത്ത് പോയത്, അതായത് നമ്മുടെ ബാബുജിയുടെ അതിനകത്ത് പോയത്, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒരു ഓൾഡ് ഏജ് ഹോം. ബിക്കോസ് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയെ ഞാനാണ് ടേക്ക് കെയർ ചെയ്തിരുന്നത് മരണം വരെ. അപ്പോൾ അങ്ങനെ ആ അമ്മയെ 10 മക്കളും നീക്കി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, അവരുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക്, അങ്ങനെയുള്ള പേരൻസിന് സേവ് ചെയ്യാൻ, സംരക്ഷിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് എൻ്റെ അമ്മയോട് പോലും ആ ഒരു പ്രോപ്പർട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. സെയിം തിങ് തന്നെയാണ് ബാബുജി ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടയത്ത്. അതുകൊണ്ടാണ് ബാബുജിയുടെ ആ സമരത്തിന് 1.5 വർഷവും ഞാൻ പിന്തുണ കൊടുത്തതും റെഗുലർ അവിടെ പോയി ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ടും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു സെക്ഷന് വേണമെന്ന് തോന്നുന്നത് കൊണ്ട് മനസ്സ് ഇങ്ങോട്ടൊന്ന് ചായുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ സൗമ്യ ഞാൻ മെൻ്റലി ഭയങ്കര സപ്പോർട്ട് ചെയ്യും, ഫോൺ വിളിച്ചൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ ബാക്ക് ബോണാണ് അവൾ, അത് എനിക്ക് തുറന്നു തന്നെ പറയണം. സത്യത്തിൽ അവളാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ആ കുട്ടി അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഞാനൊക്കെ തകർന്നു പോകും സീരിയസ്ലി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിതൊന്നും എന്നെക്കൊണ്ട് പറ്റാത്തത് മനസ്സിലാവുന്നല്ലോ. എനിക്ക് ചെറിയ രീതിയിൽ പോലും ഒരു വൈഷമ്യത മക്കൾക്ക് എന്നെ കൊണ്ട് താങ്ങാനാകത്തില്ല. അപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അതൊരു റോൾ മോഡലാണ്. അത് പൊതുജനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടൊന്ന് കാണിച്ചതാണ്. അത് ആരെയും തോൽപ്പിക്കാനല്ല, ആർക്കും നോവാനുമല്ല. പക്ഷെ ചിലർക്കത് നൊന്തു, ചിലർക്കത് വേദനയുണ്ടാക്കി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഫീന നല്ലതാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോകുന്ന കുറേ മനുഷ്യരിവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതവിടെ ഇരുന്ന് കരയേ പറ്റുള്ളൂ. ഷെഫീന ഇനി ചെയ്യാൻ പോകുന്നതും അനുകരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ. നിങ്ങൾ എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ പോലും ഇത്തരം അനുകരണങ്ങൾ നടത്തിയാൽ ഞാൻ ജയിച്ചു എന്ന അർത്ഥം. പോയി ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവരൂ, അവരെ എൻ്റർടൈൻ ചെയ്യൂ, അവരെ എൻകറേജ് ചെയ്യൂ, അവരെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യൂ. ഇന്നെ തോൽപ്പിക്കാനെങ്കിലും 10 പേർക്ക് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാകുന്നത് ആകട്ടെ. അതല്ലേ അതിൻ്റെ ശരി. കേസൊന്നും വരാതെയും കൂടെ നോക്കിക്കോണം. ഷെഫീന നോക്കുന്നുണ്ടല്ലോ. തട്ടിപ്പ്, വെട്ടിപ്പ്, കൂടോത്രം, ഗുലായ്മ അതൊന്നും വരാതെ ഞാൻ നോക്കുന്നില്ലേ? അതുപോലെ നോക്കുകയും കൂടെ ചെയ്താൽ ഞാൻ ജയിച്ചു. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ഞാൻ ജയിച്ചു. ഹായ് സാജി, നിങ്ങളെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ വന്ന് കമൻറ്റ് ഇട്ടത് മാൻ? അങ്ങനെയല്ലേ നിങ്ങളെ ഞാൻ ഇവിടെ ഏർപ്പാടാക്കിയത്? നിങ്ങൾ എൻ്റെ കമൻറ്റ് തൊഴിലാളിയല്ലേ? എവായി അവിഹിതങ്ങൾക്ക് ഒരിക്കലും കൂട്ടു നിൽക്കരുത്. ഞാനും അവിഹിതത്തിന് പോകാറില്ല, അവിഹിതങ്ങളെ ഞാൻ കൂട്ടു നിൽക്കാറുമില്ല. ഹായ് സൽമി ജോൺ. ട്രോളിക ദേവി എന്ത് ഫേക്ക് നെയിം ആയാലും ആണായാലും പെണ്ണായാലും കൊള്ളാം. നീയൊന്നും നല്ല തള്ളയുടെ വയറ്റിൽ ഉണ്ടായതല്ല. എന്തിൻ്റെ തെളിവാണ് എന്നതിൻ്റെ തെളിവാണ് നിൻ്റെ കമൻറ്റ്. ഞാനും അത്രേ പറയുന്നുള്ളൂ. എക്സാക്ട്ലി ദ സെയിം ഒപ്പീനിയൻ എൻ്റെ സൈഡിൽ നിന്നും. ഞാൻ തന്നെ ആദ്യം ഒന്ന് അപ്സെറ്റായി സത്യം. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിരുന്നു. പിന്നെ ഞാൻ അത് ഗ്രൂപ്പിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഞാൻ അവരോടൊക്കെ ചോദിച്ചു. എന്നിട്ട് സൗമ്യയോട് ഞാൻ ഓപ്പണായിട്ട് സോറി പറഞ്ഞു. മോളെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് അങ്ങനെ ചോദിച്ചത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ, ഇല്ല ചേച്ചി എനിക്ക് അങ്ങനെ വിഷമമില്ല എന്ന് അവൾ പറയുന്നിടം വരെ എനിക്ക് ഭയങ്കര, ആ സമയത്ത് അവൾ റിപ്ലൈ ചെയ്തില്ല. കുറേ കഴിഞ്ഞ് അവൾ എന്തോ പണി തിരക്കിലായിരുന്നു. അതിന് ശേഷം കുറേ കഴിഞ്ഞാൽ വന്നു. എനിക്കൊന്നൊരു 30 മിനിറ്റ്സോളം ഞാൻ ഭയങ്കരമായിട്ട് വിഷമത്തിൽ, അയ്യോ ഞാൻ കുട്ടീനെ വിഷമിപ്പിച്ചോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല എന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കംഫർട്ട് സോണിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കമൻറ്റിന് മറുപടി ഇടേണ്ടത് ഷാജിയുടെ ഇതായിരുന്നു. ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. പക്ഷെ എനിക്ക് തോന്നി അല്ല, അതവിടെ കിടക്കണം. ബിക്കോസ് ഇതാണ് അപ്പുറത്ത് നിൽക്കുന്നവരുടെ, അത് അപ്പുറത്തുനിന്നുള്ള ആളാണെന്ന് വരണ്ടേ. അതിന് നമ്മൾ കൃത്യമായി കമൻറ്റ് ഇട്ട് 19ഓളം കമൻറ്റ് ഇട്ടപ്പോൾ 18ാമത്തെ കമൻറ്റിൽ പുള്ളിക്കാരത്തെ റിവീലായി. 18 കമൻറ്റ് ഇടേണ്ടി വന്നു. അതുവരെ നമ്മൾ കള്ളി, നമ്മൾ കുഴപ്പം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ 19ാമത്തെ കമൻറ്റിൽ പുള്ളിക്കാരത്തെ സ്വയം റിവീലായി. നീ ഒരു കള്ളിയാണ്, നീ ഒരു കുഴപ്പക്കാരിയാണ്. എന്താണ് കള്ളത്തരം? കൊച്ചു ബഹളം വയ്ക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിലാണ് അവൾ ഞാൻ കള്ളിയാണെന്ന് മനസ്സിലാക്കി അവിടെ വന്ന് കമൻറ്റ്. അപ്പോൾ ആ കമൻറ്റ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലീവ് ചെയ്യുന്നു. ഗോ ആൻഡ് വാച്ച് ദാറ്റ് കമൻറ്റ്. ദെയർ ഈസ്. ആ കമൻറ്റിൻ്റെ സാരാംശം ഇത്രയാണ്. അത് കാണണ്ടേ? കുട്ടി ബഹളം ഉണ്ടാക്കാറുണ്ടോ? എന്ത് ചോദ്യമാണിത്? ഇൻസെൻസിറ്റീവ്. ഇഫ് അറ്റ് ആൾ യു ഹാവ് ടു ആസ്ക് യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. മോന് ടെമ്പർ ഇഷ്യൂസ് വല്ലതും അനുഭവപ്പെടാറുണ്ടോ? ഞാൻ ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് ചോദിച്ചില്ലെന്നാ പുള്ളിക്കാരത്തിയുടെ ഇത്. ഒരു തത്തയെ പോലെ യാതൊരു എമ്പതിയും ഇല്ലാതെ വിസ പുതുക്കൽ പോലെ ചോദിക്കുക അല്ല വേണ്ടത്. ഇതെന്താ സെൻസസ് എടുപ്പോ? ഒരു തരിമ്പും സിൻസിയോറിറ്റി ഇല്ലാതെ ഒരു കോപ്രായം. ആഹാ, എന്താ അല്ലേ? അയ്യോ. എന്നിട്ട് വയ്യാത്ത കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തെ എൻ്റെ മോന് വയ്യ എന്ന് പറയാൻ നീ ആരാ ചോദിക്കുന്നുണ്ട്. അത് വയ്യാത്ത കുട്ടിയല്ല എന്ന് എൻ്റെ കമൻറ്റ്. ഓക്കെ, വയ്യാത്ത കുട്ടിയോ? ആ മോനൊരു കുഴപ്പവുമില്ല. അപ്പോൾ വിഷയത്തിൽ മറുപടി കൊടുക്കട്ടെ. അത് ഞാൻ രണ്ടാമത് എഴുതിയത്, ഇത് സൗമ്യ എഴുതിയതാണ്. എൻ്റെ മോന് വയ്യ എന്ന് പറയാൻ നീ ആരാ? അടുത്ത് വന്നല്ല. അത് ഡിസേബിലിറ്റി ഉള്ള കുട്ടിയാണ്. ഇതിനകത്തുള്ള ക്രൂവൽറ്റി പോലും എനിക്കുണ്ടായിരുന്നെന്ന് നോക്കുക. അത് ഡിസേബിലിറ്റി. ഒരു കാരണവശാലും
ഒരു കാരണവശാലും അതിനെ ഡിസേബിൾഡ് എന്ന് പറയത്തില്ല. ഇവരെ ഡിഫറൻ്റ്ലി ഏബിൾ എന്നാ പറയുക, ഡിസേബിൾഡ് എന്ന് പറയില്ല. ഡിഫറൻ്റ്ലി ഏബിൾ എന്നാണ് ആ കുഞ്ഞിനെ പറയുക. എങ്ങനെയുണ്ട്, മനസ്സിലായോ? അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, സൗമ്യക്ക് കൊടുക്കുന്ന മറുപടിയാണ്. ഇതിനകത്തുണ്ട് എങ്ങനെയാണ് മിടുക്കിയെന്ന്. ആഹാ, ഡിസേബിലിറ്റി എന്ന് ക്യാരക്ടറിനെ പറയുമ്പോൾ അതൊരു മോശം വാക്കല്ല. ബഹളം വെക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ് മോശം വാക്കെന്ന്. പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുഞ്ഞ് ബഹളമൊക്കെ വെക്കാറുണ്ടോ, ഉച്ചയിടാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് മോശം വാക്ക്. ഡിസേബിൾഡ് കിഡ് എന്ന് അവൾ പറഞ്ഞത് ഗുഡ് വാക്ക്. എങ്ങനെയുണ്ട്? കൂടുതലുണ്ട്. നീ നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചിന്തിക്കും. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്ക് മറ്റുള്ളവരും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് സൗമ്യ അറിയില്ല. നിന്റെ വ്ലോഗിൽ ഇന്നലെ കണ്ടതാണ്. പരിചയമില്ലാത്തവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നിന്റെ തൊഴിൽ. ക്യാരറ്റ് വിഷയത്തിൽ കമന്റ് ഇട്ട് കണ്ടോ? ഈ എത്രയോ പേര് വന്ന് പറയുന്നു അതൊന്നും ഏക്കൂല, അതൊന്നും അവിടെ എടുക്കൂല. ഇനിയിപ്പോൾ ഷാജി വന്ന് അവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഷാജിക്ക് കേട്ടോ, ഷാജിക്ക് കൊടുക്കുന്നതെന്നാണ്. കഴുത്തുറയ്ക്കാത്ത ഒരു കുഞ്ഞിനെ വളർത്തുന്നേ, അതിനെ ആവോളം സ്നേഹിക്കുന്ന, അത് ശാന്തകുമാരി ടീച്ചറിൻ്റെ കമന്റാണ് കേട്ടോ. ഒരമ്മയെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് ഒരു പ്രചോദനം. അതിനകത്ത് കയറി നെഗറ്റീവ് കമന്റ് കാണുന്ന തന്നെ പോലെയുള്ള ജന്മങ്ങൾ, അയ്യോ എന്തു പറയാം. നിങ്ങൾക്കൊക്കെ പറ്റിയ വേറെ കുറേ ചാനൽസ് ഉണ്ട്. ഇത് സമൂഹ നന്മ ആഗ്രഹിക്കുന്നവർക്കുള്ള ചാനലാണ്. ഒരുപാട് അമ്മമാർക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കും. ഇത് ചവറുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല. സൗമ്യ സൂപ്പർ, അത്രയേ ഉള്ളൂ. അടുത്ത് വന്നല്ല, ഇത്രയും പേര് പറഞ്ഞപ്പോൾ ഇത് ആരാ എല്ലാവരും ഒന്ന് കമന്റ് പോണ വഴിയാ. കുക്കു, മുനു, ഇതൊന്ന് ഓക്കെ, ഈ ഐഡിയ ഒന്ന് വന്നല്ല. അപ്പോൾ ട്രോളിക ദേവി ആരാണെന്ന് നോക്കിക്കോളൂ. കണ്ടല്ലോ എങ്ങനെയുണ്ട്? ട്രോളിക ദേവി ആകട്ടോ, ട്രോളിക ദേവി. കൊള്ളാലോടി, കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഹൈഡ് യൂസർ ഫ്രം മൈ ചാനൽ. നീ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ട്രോള്, അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം പറയണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു ലൈവ് വന്നത്. ബാക്കി കുറച്ച് കഴിഞ്ഞ് വരാം. ഒരു 4:30 ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. പുതിയൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ ബൈ.